ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. ധ്രുവ് സാർജ ആക്ഷൻ കിങ് അർജുൻ്റെ മരുമകനോ അതോ ഏതോ കുടുംബത്തിലെ ഏതോ ഒരു മകനാണ് ഈ പുള്ളിക്കാരൻ. പുള്ളിയുടെ ഒരു പഴയ ഒരു പടമുണ്ട്, മാർട്ടിൻ, അസൽ വെടിക്കെട്ട് ഗജഗുണ്ട് ബോംബ്. അതിനുശേഷം വീണ്ടും വരുന്നുണ്ട് ഒരു സിനിമയുടെ പേര് കെ ഡി ദ ഡെവിൾ എന്നാണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കെവിൻ പ്രൊഡക്ഷൻസ് ആണ്. കെവിൻ പ്രൊഡക്ഷൻസ് നിങ്ങൾക്ക് നന്നായിട്ട് അറിയായിരിക്കും. തളപതി വിജയുടെ ജനനായകൻ, യാഷിന്റെ ടോക്സിക് ഒക്കെ. അപ്പൊ അവരുടെ ട്രെയിലർ റിലീസ് ചെയ്തിട്ടുണ്ട് കെ ഡിയുടെ. നമുക്കൊന്ന് കണ്ടുപോകാം. വാ. മ്യൂസിക് കെവിൻ പ്രൊഡക്ഷൻസ്. ಹತ್ತಿ വീടു ಕುದುರೆ ಇಡೀ ಪ್ರಪಂಚನ ಗೆದ್ದಿರೋ ಅಶೋಕ ಚಕ್ರವರ್ತಿನ ಮೆರವಣಿಗೆ ಮಾಡಿಸ್ದಂಗಿತ್ತು. ടോം ആൻഡ് ബ്രാം പുള്ളിയാണ് ഡയറക്ടർ. ഇതൊരു പഴയ പടം. സഞ്ജയ് ദത്ത് പ്രൊഡ്യൂസർ. എഴുതിയാണ് അല്ല എന്തോ അർജുൻ ജന്യ മ്യൂസിക്. ഡയറക്ടറിന് വർഷം മാറിയോ അതോ വർഷം മനസ്സിലാവാതെ എടുക്കുന്നതെന്നും അറിയില്ല. എന്തോന്ന് കാണിച്ചു വച്ചേക്കുന്നൊന്നും ഒരു പിടിയില്ല. എല്ലാവരും വിഗ് തലയിൽ, എല്ലാവർക്കും വിഗ് ആണെന്ന് തോന്നുന്നു തലയിൽ. പിന്നെ എഡിറ്റിംഗ് ഒക്കെ എങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്ന, ബാക്കിലൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നല്ല പച്ച സ്ക്രീനിൽ ചെയ്തതായിട്ടൊന്ന് കാണാനും ഉണ്ട്. വർദ്ധിക്കുന്നതിൽ തന്നെ കാണുന്നുണ്ട്. ശില്പാശക്തിയുടെ വില്ലത്തിയ review. Yeah, മോനെ ജഗതുണ്ടോ? കൺഫേം ആണ് ഗൈസ്, ഗജഗുണ്ട് തന്നെയാണ്. കെവിൻ പ്രൊഡക്ഷൻസ്. നിങ്ങൾ ഇനിയിപ്പോ ഇവർ നൈസായിട്ട് ജനനായകനും യാഷിന്റെ ടോക്സിക്കും എടുത്ത് പ്രേക്ഷക ശ്രദ്ധ നേടി എന്നുള്ള കാര്യമാണ്. ബട്ട് ഇവരുടെ മറ്റു പടങ്ങളൊക്കെ എന്താ പറയാ, മൊത്തം ഇറങ്ങിയ പടങ്ങളിലൊന്നും അങ്ങനെ സക്സസ് ആയ പടങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അല്ലെങ്കിൽ എല്ലാവരും അറിയാവുന്ന പടങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാലും ഇല്ല. ഈ പടം കണ്ടിട്ട് സഞ്ജയ് തോന്നായിരുന്നു. വേൾഡ് റിലീസ് 30/4/2026. ഒരു വെരി ഈ നടൻ, അതായത് ധ്രുവ് സാർജയുടെ ഫസ്റ്റ് മാർട്ടിൻ സിനിമ ചെയ്യുമ്പോൾ ഈ സിനിമ ഹിറ്റായില്ലെങ്കിൽ ഞാൻ അടുത്ത സിനിമ ചെയ്യാൻ വരൂലെന്ന് പറഞ്ഞ പുള്ളിയായിരുന്നു ഇത്. ഇന്റർവ്യൂസിലൊക്കെ നോക്കിയാൽ നിങ്ങൾ മനസ്സിലാവും. പുള്ളി തന്നെ അതുമൊക്കെ മാറ്റിയിട്ട് ഇപ്പം ആരാണ് പറഞ്ഞത് ചെയ്യണമെന്ന് പറഞ്ഞ് ഇപ്പം അതുപോലെ പുള്ളി അടുത്ത സിനിമയിൽ വന്നിട്ടുണ്ട്. ഇതാണ് കെവിൻ പ്രൊഡക്ഷൻസ് ആണ് പ്രൊഡ്യൂസിങ് കാര്യങ്ങൾ ചെയ്യുന്നത്. പ്രേംസ് ആണ് ഡയറക്റ്റ് ചെയ്യുന്നത്. ആൻഡ് അർജുൻ ജന്യാണ് മ്യൂസിക് നൽകുന്നത്. ട്രെയിലർ ഒരു പക്ക അപരാധമായിട്ടുണ്ട്. ഇപ്പോഴും ഡയറക്ടറിന് ഇത് 2026 എന്ന് അറിയാമോ ഇല്ലയോ, അതോ എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല. ചുമ്മാ രക്തം കാണിച്ച് അത് മാസ്സാകില്ല. ചുമ്മാ രക്തം കാണിച്ച് മഴയത്ത് നനയിപ്പിച്ചാലും അത് മാസ്സാകില്ല. അതിന് ആ ഒരു ഓറ വേണം, അല്ലെങ്കിൽ ഒരു സ്ക്രീൻ പ്രസൻസ് വേണം, അല്ലെങ്കിൽ കാണുമ്പോൾ അങ്ങനെ നമുക്ക് പുതിയ ആളായാലും തോന്നണം. ഇത് ഒരു രീതിയിലും തോന്നിയിട്ടില്ല. പിന്നെ ഇതിൽ സഞ്ജയ് ദത്തൊക്കെ വെറും
എന്താ പറയുക, ചുമ്മാ വന്ന് പോകുന്ന ഒരു കോമാളി വേഷങ്ങളിൽ വരാനേ സാധ്യതയുള്ളൂ എന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. കാരണം എന്തിന് സഞ്ജയ് ദത്ത് പൈസ കൂട്ടാൻ വേണ്ടി വെറുതെ ചെയ്യുവാണെന്നാണ് തോന്നുന്നത്, എന്തിനാണെന്ന്. പിന്നെ ശില്പ ഷെട്ടിയൊക്കെ ഉണ്ട്. ശില്പ ഷെട്ടി ഇല്ല എന്ത് വില്ലത്തി ട്രെയിലർ കണ്ടാൽ മനസ്സിലാവും വില്ലത്തി തന്നെയാണ്, അതിൽ വേറെ സംശയമൊന്നുമില്ല. പിന്നെ ഇതിലൊരു നായിക ഉണ്ട്. നായിക കാരണമാണ് പടം മിക്കവാറും ഫസ്റ്റ് തോൽക്കാൻ പോകണമെന്നാണ് തോന്നുന്നത്. അമ്മാതിരി വെറുപ്പിച്ച് വെച്ചിട്ടുണ്ട് നായിക. അതിൽ കുത്തി പിന്നെ അമ്മാതിരി വെറുപ്പിച്ച് വെച്ചിട്ടുണ്ട് നായിക. ആൻഡ് ഈ സിനിമയും കൂടെ തീരുവാണെങ്കിൽ പുള്ളി അടുത്തെന്ത് ഡയലോഗ് പറയുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇനി അടുത്തൊരു സിനിമയും കൂടെ, മൂന്നാമത്തെ സിനിമയും കൂടെ രക്ഷപ്പെട്ടില്ലെങ്കിൽ ഞാൻ സിനിമയിൽ നിന്ന് നിർത്തുമെന്നായിരിക്കും ധ്രുവ് സർജ പറയാൻ പോകുന്നത്. പുള്ളിക്ക് ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും ഹൈറ്റും വെയിറ്റും എല്ലാം ഉണ്ടെങ്കിൽ ആ ഒരു ഓരോ മുഖത്തേക്ക് വരുന്നില്ല. എനിക്ക് പേഴ്സണലി ഒന്നും തോന്നിയൊന്നുമില്ല ട്രെയിലർ കണ്ടിട്ട്. എന്തോ ഒരു ഗജകുണ്ട് ട്രെയിലർ, ഒരു അമിട്ട് ട്രെയിലർ ചുമ്മാ തീർന്നു. ഞാൻ എങ്ങനെ തീരണമെന്ന് ആലോചിച്ചിരുന്നത് അത് തീർന്നു പോകേണ്ട ഒരു സമാധാനമുണ്ട്. അമ്മാതിരി ഒരു അമിട്ട് ഗുണ്ട് ട്രെയിലർ.